മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിന്റെ അരികിലേക്ക് വന്നിട്ട് നിലവിളിക്കുകയാണ്, കർത്താവേ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ. യേശു ആ പ്രാർത്ഥന കേട്ടിട്ട് യായിറോസിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് യായിറോസിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലേക്ക് അടുത്ത് വരുമ്പോൾ വീട്ടിൽ നിന്നൊരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, യേശുവിനെ പറഞ്ഞു വിട്, യായിറോസേ, യേശുവിനെ പറഞ്ഞു വിട്, ഗുരുവിനെ അസഹ്യമാക്കണ്ട, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഹൃദയം പൊട്ടിപ്പോകുന്ന വാക്കുകൾ. യായിറോസ് വിയർക്കുകയാണ്, യായിറോസ് കരയുകയാണ്. പക്ഷെ യേശു എന്താണെന്നറിയാൻ പറഞ്ഞത്? യേശു യായിറോസിന്റെ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നീ ആ വാക്ക് കാര്യമാക്കണ്ട, യായിറോസെ, ആ വാക്ക് നിങ്ങൾ കാര്യമാക്കണ്ട, നിന്നെ വിടുവിക്കാം, നിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാം, നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാം. ഞാനല്ലേ ഏറ്റത്, ഞാനത് ഏറ്റിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ചെയ്തു തരുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നീ ഈ വാക്ക് കാര്യമാക്കേണ്ട യായിറോസേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകത്തിൻ്റെ വാക്കുകൾ, വൈദ്യന്മാരുടെ വാക്കുകൾ, ലോകത്തിലെ മനുഷ്യർ നമ്മളെ ഭയപ്പെടുത്തുന്ന വാക്കുകളൊക്കെ നമുക്കെതിരെ ഉന്നയിക്കുമ്പോഴും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു നിങ്ങളോട് കൂടെ ഉണ്ട്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്.